നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നിലവിൽ വന്നു. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണ്? പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? ഈ നിയമം അനുസരിച്ച് ഇനി മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? 2019 ഡിസംബർ 9 പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതും പാസാക്കുകയും ചെയ്തത്. 2019 ഡിസംബർ 11 രാജ്യസഭ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത്. അന്ന് രാജ്യസഭയിലെ 125 എംപിമാർ ബില്ലിനെ അനുകൂലിച്ചും 99 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഡിസംബർ 12 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെച്ചു. വിജ്ഞാപനത്തിൽ പറയുന്നതനുസരിച്ച് നിശ്ചിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അഭയാർത്ഥികളായെത്തിയ 6 വിഭാഗക്കാർക്ക് പൗരത്വം ലഭിക്കും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്കാവും പൗരത്വം ലഭിക്കുക. ഇവർക്ക് രാജ്യത്ത് ഏത് സംസ്ഥാനത്തും താമസിക്കാം. ആരാണ് അനധികൃത കുടിയേറ്റക്കാർ? 1955 പൗരത്വ നിയമം അനുസരിച്ച് സാധുവായ പാസ്പോർട്ട് ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നവരാണ് അനധികൃതമായ കുടിയേറ്റക്കാരൻ. വിസ പെർമിറ്റിനപ്പുറം താമസിക്കുന്ന വ്യക്തിയെ അനധികൃത കുടിയേറ്റക്കാരൻ എന്നും വിളിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്തൊക്കെയാണ്? ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്കാവും പൗരത്വം ലഭിക്കുക എന്നാണ് ബില്ലിൽ പറയുന്നത്. ഇതിൽ മുസ്ലിം മതവിഭാഗം ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് വഴി തുറന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് രാജ്യത്ത് ആകമാനം കൊടുമ്പിരി കൊണ്ടത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും ആഞ്ഞടിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധത്തിന്റെ രൂപം അക്രമാസക്തമായി. ഡൽഹിയിലെ ഷഹീൻ ബാഗ് പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി. നിലവിലുള്ള രേഖകളില്ലാതെ ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന കുപ്രചരണമാണ് വ്യാപകമായി നടന്നത്. നിലവിലുള്ള രേഖകളില്ലാതെ ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന കുപ്രചരണമാണ് വ്യാപകമായി നടന്നത്. പൗരത്വ നിയമ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? നിലവിൽ ഇന്ത്യയിലുള്ള 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ എത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം. അവരുടെ പൗരത്വ പ്രക്രിയ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നിയമം സമയബന്ധിതമായി നടപ്പിലാക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇസ്ലാം മതം ഔദ്യോഗിക മതമാണ്. അതിനാൽ അവർ മതപീഡനം അനുഭവിക്കുന്നില്ല. 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമം. ഈ നിയമം കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിലവിലുള്ള ഒരു പൗരനെയും ഇത് ബാധിക്കുകയില്ല. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടായിരിക്കും. പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഇനി മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ നിയമപ്രകാരം പൗരത്വത്തിനായുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഇനി മുതൽ ഓൺലൈനിലൂടെ മാത്രമായിരിക്കും. ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഓൺലൈൻ മാർഗമാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേകം വെബ് പോർട്ടൽ സജ്ജമാക്കും. പൗരത്വ ഭേദഗതി നിയമത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് കേരളം. കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ്. സംസ്ഥാനത്ത് NPR നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത്. സംസ്ഥാന സർക്കാർ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയില്ലെന്നും ഇതിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.